അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, അൻവരിയ അറബി കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാകുന്ന ആലിയ, അതിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി പവിത്രമായ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാം പകർത്താം എന്ന പ്രമേയത്തിൽ അൻതൽ ഹബീബ് എന്ന ശീർഷകത്തിൽ 30 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ ആചരിക്കുകയാണ്. ആ ക്യാമ്പയിൻ്റെ പ്രധാന ഭാഗമാകുന്ന മദ്ഹുൻ നബി പ്രഭാഷണത്തിൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മഹാനായ ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിന് മുമ്പ് ഈ ലോകത്തുണ്ടായ അത്ഭുതങ്ങളെക്കുറിച്ച്. നബിതങ്ങളുടെ ജന്മത്തിന് മുമ്പുള്ള ഓരോ കാലത്തും നബിയുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങളും ആദരവുകളും ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരാനിരിക്കുന്നു, നബിതങ്ങൾ വരാനായിട്ടുണ്ട് എന്നറിയിക്കുന്ന ഒരുപാട് അത്ഭുതങ്ങളും ആദരവുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് പ്രകടമാക്കിയിട്ടുണ്ട്. പല രൂപത്തിൽ അല്ലാഹു ഈ ലോകത്ത് നബിതങ്ങളുടെ വരവ് അറിയിച്ചിട്ടുണ്ട് എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ച ആദരവിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറക്കാൻ പോകുന്നതിൻ്റെ സൂചനയായിക്കൊണ്ട് നബിതങ്ങളുടെ വല്യുപ്പയാകുന്ന അബ്ദുൽ മുത്തലിബ് കണ്ട സ്വപ്നമുണ്ട്. അബ്ദുള്ള എന്നവരുടെ മുതുകിൽ നിന്ന് പുറപ്പെട്ട പ്രകാശത്തിൻ്റെ ചരിത്രങ്ങൾ പറയാനുണ്ട്. അതുപോലെ തന്നെ പുരോഹിതന്മാരുടെ വധശ്രമത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയെ സംരക്ഷിച്ച കഥ പറയാനുണ്ട്. ആകാശത്തും ഭൂമിയിലും മുഴങ്ങിക്കേട്ട വിളിയാളങ്ങളുടെ ചരിത്രങ്ങൾ പറയാനുണ്ട്. മൃഗങ്ങൾ സംസാരിച്ച ചരിത്രങ്ങൾ പറയാനുണ്ട്. മൃഗങ്ങളും മത്സ്യങ്ങളും പരസ്പരം സന്തോഷവാർത്തകൾ കൈമാറിയ ചരിത്രങ്ങൾ പറയാനുണ്ട്. ഗർഭകാലത്ത് മഹദിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയായ ആമിന ബീവി കണ്ട സംഭവങ്ങൾ പറയാനുണ്ട്. ജനനം അടുത്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ കവാടങ്ങൾ തുറക്കാൻ പറഞ്ഞ ചരിത്രങ്ങൾ പറയാനുണ്ട്. അതുപോലെ തന്നെ മഹദിയായ ആമിന ബീവി കണ്ട സ്വപ്നങ്ങളുടെ ചരിത്രങ്ങൾ പറയാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസവം അടുത്ത സന്ദർഭത്തിൽ ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മാതൃകയായിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ മറിയം ബീവിയും ആസിയ ബീവിയും സന്നിഹിതരായ ചരിത്രങ്ങൾ ചരിത്രത്തിൻ്റെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതുമായി പറയാനുണ്ട്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചുരുങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആമിന ഉമ്മ ഗർഭം ചുമക്കുന്ന ആ രാത്രി മഹാന്മാർ വിശദീകരിക്കുന്നു, അന്നഹു നൂദിയ തിൽക്കൽ ലൈല ഫിസ്സമാഇ വസിഫാഹിഹാ വൽ അർളി വബിഖാഇഹാ. ആകാശത്തും ഭൂമിയിലും വിളിയാളമുണ്ടായി. എന്താണ് വിളിയാളം? അന്നന്നൂറൽ മഖ്നൂൻ അല്ലദീ മിൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരവായ ഹബീബ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കാനിരിക്കുന്ന തങ്ങളുടെ ജനനത്തിന് കാരണമാകുന്ന ആ ഷറഫാക്കപ്പെട്ട ബീജം യസ്തഖിറുൽ ലൈലത ഫീ ബത്നി ആമിന, മഹദിയായ ആമിന ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഇന്ന് നിക്ഷേപിക്കപ്പെടും എന്ന വിളിയാളം ഉണ്ടായി എന്നുള്ളതാണ്. അനുകരണീയരായ അനുഗ്രഹീതരായ പണ്ഡിത മഹത്തുക്കൾ അവരുടെ ചരിത്രത്തിൻ്റെ സീറകളുടെ കിതാബുകളിൽ വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗർഭം ചുമക്കപ്പെട്ടു എന്നതിൻ്റെ തെളിവായിക്കൊണ്ട് അന്ന് അവിടെയുണ്ടായിരുന്ന ഖുറൈശികളുടെ മൃഗങ്ങളൊക്കെ സംസാരിച്ചിരുന്നു എന്ന് ചരിത്രത്തിൻ്റെ കിതാബുകളിൽ കാണാൻ സാധിക്കും. മാത്രമല്ല, കിഴക്കുള്ള മൃഗങ്ങളൊക്കെ പടിഞ്ഞാറ് പോയി പരസ്പരം സന്തോഷം കൈമാറുന്നു.
അതുപോലെ തന്നെ കടലിലുള്ള മത്സ്യങ്ങൾ പരസ്പരം സന്തോഷം കൈമാറി എന്ന് ചരിത്രത്തിൻ്റെ കിതാബുകളിൽ കാണാൻ സാധിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗർഭം ചുമന്ന ഓരോ മാസവും ആകാശലോകത്തും ഭൂമിയിലും വിളിയാളമുണ്ടായിട്ടുണ്ട്. അൻ അബ്ശിറൂ ഫഖദ് ആന അൻ യൽഹറ അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കാനായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കൂ എന്നുള്ള വിളിയാളം ഭൂമിയിലും ആകാശത്തും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, ലം യബ്ഖ ഫീ തിൽക്കൽ ലൈലത്തി ദാറുൻ ഇല്ലാ അശ്റഖത്. അന്ന് എല്ലാ വീടുകളും പ്രകാശിച്ചു, എല്ലാ സ്ഥലങ്ങളും പ്രകാശിച്ചു, എല്ലാ മൃഗങ്ങളും സംസാരിച്ചു എന്നിങ്ങനെ മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി അന്നുണ്ടായിരുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹ തനിക്ക് ഗർഭകാലത്തുണ്ടായ അവസ്ഥ വിശദീകരിക്കുന്നുണ്ട്. മറ്റു സ്ത്രീകൾക്കുണ്ടാകുന്ന യാതൊരു പ്രയാസവും ഞാൻ അനുഭവിച്ചിട്ടില്ല, യാതൊരു ബുദ്ധിമുട്ടും ഞാൻ അനുഭവിച്ചിട്ടില്ല. ഹിജറ 200കളിൽ തന്നെ രചിക്കപ്പെട്ട തൊബക്കാത്തിലും മറ്റും ഈ സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മഹദിയായ ആമിന റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ഉറക്കിൻ്റെയും ഉണർവിൻ്റെയും ഇടയിലുള്ള ഒരു പ്രത്യേകമായ അവസ്ഥയിലായിരുന്ന സന്ദർഭത്തിൽ ഒരു വ്യക്തി എൻ്റെ അരികിൽ വന്നുകൊണ്ട് പറയുകയാണ്, എന്നോട് ചോദിച്ചു, ഹൽ ശഅർതി അന്നകി ഹമൽതി, നിങ്ങൾ ആരെയാണ് ഗർഭം ചുമന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എനിക്കറിയൂല എന്ന് പറഞ്ഞു. അപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞു, ഇന്നകി ഖദ് ഹമൽതി ബിസയ്യിദി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൻ്റെ നേതാവ്, ഈ ഉമ്മത്തിൻ്റെ സയ്യിദിനെയാണ്, ഈ ഉമ്മത്തിൻ്റെ നേതാവിനെയാണ് നിങ്ങൾ ഗർഭം ചുമന്നിട്ടുള്ളത്. വനബിയ്യിഹ, ഈ ഉമ്മത്തിൻ്റെ പ്രവാചകനെയാണ് നിങ്ങൾ ഗർഭം ചുമന്നിട്ടുള്ളത് എന്നിങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കാനായ സന്ദർഭത്തിൽ, പിറന്നു വീഴാനായ സന്ദർഭത്തിൽ ലോക മുഅ്മിനീങ്ങൾക്ക് മാതൃകയായിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ രണ്ട് വനിതകൾ ആസിയ ബീവിയും മറിയം ബീവിയും അവിടെ സന്നിഹിതരായി എന്ന് ചരിത്രത്തിൻ്റെ കിതാബുകളിൽ കാണാൻ സാധിക്കും. മഹാനായ ഇമാം ഖസ്തലാനി റഹിമഹുല്ല തൻ്റെ കിതാബ് സീറയുടെ കിതാബിൽ വിശദീകരിക്കുന്നു. മഹാനവറുകൾ പറയുന്നു, മഹദിയായ ആമിന ബീവി പറയുന്നതായി കൊണ്ട് പറയുന്നു, എനിക്ക് പ്രസവവേദന അടുത്തതിനെക്കുറിച്ച് ഒരാൾക്കും അറിയില്ല, ആണിനും പെണ്ണിനും ഒരാൾക്കും അറിയില്ല പ്രസവം അടുത്ത സന്ദർഭത്തിൽ. ഇന്നീല വഹീദത്തുൻ ഫിൽ മൻസിൽ, ഞാൻ ഒറ്റക്കായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അബ്ദുൽ മുത്തലിബ് തിങ്കളാഴ്ച ദിവസം അദ്ദേഹത്തിൻ്റെ തൊവാഫിൻ്റെ സമയത്തായിരുന്നു, തൊവാഫിലായിട്ടായി ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ആകെ ബേജാറായി, ആകെ പേടിച്ചു. എന്തോ ഒരു വസ്തു വീഴുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. അങ്ങനെ ഒരു പക്ഷി വന്നുകൊണ്ട് എന്നെ നെഞ്ച് തടവുന്നു. എന്നിലുണ്ടായിരുന്ന സകല പേടിയും അതോടുകൂടെ ഇല്ലാതെയാകുന്നു. അങ്ങനെ മഹദിയായ ആമിന ബീവി വിശദീകരിക്കുകയാണ്, ثم رأيت نسوة كالنخل طولا كأنهن من بنات عبد مناف. അബ്ദുമനാഫിൻ്റെ പെൺമക്കളെപ്പോലെ നീളവും സൗന്ദര്യവുമുള്ള ചില സ്ത്രീകളെ എനിക്ക് കാണാൻ സാധിച്ചു. അവരെന്നെ വളഞ്ഞു. അങ്ങനെ ഞാൻ ആകെ അത്ഭുതപ്പെട്ടുകൊണ്ട് ഞാൻ ചോദിച്ചു, മിൻ ഐന അലിം നബി, എൻ്റെ ഈ പ്രസവം അടുത്തു എന്ന കാര്യം അവർക്കെങ്ങനെ മനസ്സിലായി എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ മറ്റൊരു റിവായത്തിൽ ഈ സംഭവം പറയുന്നത്, അവർ മഹദിയായ ആമിന ബീവിയോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നഹ്നു ആസിയ ഇംറഅതു ഫിർഔൻ വ മറിയം ഇബ്നതു ഇമ്രാൻ. മറിയം ബീവിയും ആസിയ ബീവിയുമാണ് ഞങ്ങൾ. വഹാഉലാഇ മിനൽ ഹൂരിൽ ഐൻ, മറ്റുള്ളതൊക്കെ ഹൂറുൽ ഐങ്ങളാകുന്നു എന്ന് ഈ വന്ന സ്ത്രീകൾ പറഞ്ഞു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖസ്തലാനിയെ പോലെയുള്ള ആളുകൾ ഉദ്ധരിക്കുകയാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്ന രാത്രി മഹാനായ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധ കഅബയുടെ മുകളിൽ ഒരു പച്ച പതാക നാട്ടി എന്നാണ്. വഹബത ജിബ്രീലു അലൈഹിസ്സലാം ബിലിവാഇഹിൽ അഖ്ളർ വനസബഹു അലാ ലഹരിൽ കഅബ അലാ ലഹരിൽ ബൈത്ത്. പരിശുദ്ധ കഅബയുടെ മുകളിൽ മഹാനായ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പതാക നാട്ടി എന്നുള്ളതാണ്. മഹദിയായ ആമിന ബീവി ആ പതാകയും പിന്നെ മറ്റു 2 പതാകകളും തൻ്റെ ഈ പ്രസവ സമയത്ത് കണ്ടു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. മഹദിയായ ആമിന ബീവി തന്നെ പറയുന്നു, വറഅയ്തു സലാസത അഅലാമിൻ മദ്റൂബാത്ത്.
അലമൻ ബിൽ മശ്രിഖി വ അലമൻ ബിൽ മഗ്രിബി വ അലമൻ അലാ ലഹരിൽ കഅബ. ഒന്ന് കഅബയുടെ മുകളിൽ, ഒന്ന് കിഴക്ക്, മറ്റൊന്ന് പടിഞ്ഞാർ, ഇങ്ങനെ 3 പതാകകൾ എനിക്ക് കാണാൻ സാധിച്ചു. അതിനുശേഷം മഹദി പറയാണ് ഫഅഖദൽ മഖാദു ഫവളഅതു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നബി തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് അള്ളാഹു ഇവിടെ പ്രകടമാക്കിയിട്ടുണ്ട്, അള്ളാഹു കാട്ടിത്തന്നിട്ടുണ്ട്. ഇത് അള്ളാഹു കാട്ടിത്തന്നത് നബി തങ്ങളോടുള്ള ആദരവിൻ്റെയും സ്നേഹത്തിൻ്റെയും അടയാളമായിക്കൊണ്ട് ഇങ്ങനൊരു പ്രവാചകൻ ജനിക്കാനിരിക്കുന്നു എന്നതിൻ്റെ വിളംബരമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിയായ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല റബീഉൽ അവ്വലിലും മറ്റും റസൂലുള്ളാഹി തങ്ങളുടെ ചരിത്രങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.